എല്ലാവർക്കും ഒരു നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഹാർദവമായ സ്വാഗതം. ഞാൻ താമസിക്കുന്ന വീടിനടുത്തുള്ള ലേക്കിൻ്റെ അടുത്താണ്. ഭയങ്കര ബ്യൂട്ടിയാണ്. മഴയൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ. മഴയാണ് ഇനി അങ്ങോട്ടേക്ക് ഒരു 2-3 ദിവസത്തേക്കിന്, 3-4 ദിവസത്തേക്കിന്. നല്ല പച്ചത്തവളയൊക്കെ ഉണ്ട് അവിടെ അടുത്ത് നിൽപ്പുണ്ട്. ഇപ്പോൾ ഇല്ല, കുറച്ച് കഴിയുമ്പോഴത്തേനും എല്ലാം ഏതോ കാടിൻ്റെ ഉള്ളിലേക്ക് കയറിയിപ്പുണ്ട്. പിന്നെ ഭയങ്കര തവളയുടെ ഒച്ചയായിരിക്കും. അതുപോലെ അരയനുണ്ട്, നമ്മുടെ താറാവ്, കുറേ താറാവ് വരും. ഭയങ്കര രസമാണ്. മഴ പെയ്യുന്നുണ്ട്. കരടിയൊക്കെ ഇറങ്ങും കേട്ടോ. കരടിയൊക്കെ ഉണ്ട് ഈ കാട്ടിൽ. കരടിയുണ്ട്, മാനുണ്ട്, അതുപോലെ നമ്മുടെ ചെന്നായയുണ്ട്. ഇങ്ങോട്ടേക്കൊന്നും ഇറങ്ങി കണ്ടിട്ടില്ല, അതിൻ്റെ ഉള്ളിലുണ്ടെന്നാണ് പറഞ്ഞത്. ഞാനും കണ്ടിട്ടില്ല, കരടീനെ കണ്ടിട്ടില്ല. മറ്റേ മാനിനെ കണ്ടിട്ടുണ്ട്, ചെന്നായനെ കണ്ടിട്ടില്ല ഞാൻ. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ വീടിനടുത്തുള്ള നമ്മുടെ അയൽവാസി എന്നോട് പറഞ്ഞു ഇതുപോലെ അവർ ഈ ഭാഗത്തോട്ട് നടക്കാൻ വന്നപ്പോഴത്തേക്കിനും കണ്ടു. ഞാൻ ചോദിച്ചു വല്ലതും കടിക്കാനങ്ങനെ വന്നു? ഒരു ഒരേ ഇല്ല, കടി അങ്ങനെയൊന്നും ഇല്ലെന്ന് പറയും. ചിലതുണ്ട് വട്ട് പിടിച്ച സാധനം, വേറെ അതൊക്കെ കുഴപ്പമില്ല, നമ്മളെ കാണുമ്പോഴത്തേക്കിനെ ഓടിപ്പോയിക്കണം, പേടിയാന്ന് പറഞ്ഞു. അടിപൊളിയാണ്, നല്ല ക്ലൈമറ്റ്. എനിക്കതാണ് ഭയങ്കര ഇഷ്ടം. നല്ല സൂപ്പർ ക്ലൈമറ്റാണ് റഷ്യയിൽ. ഈ പ്രാവശ്യത്തെ ചൂട് എന്താ അവസ്ഥ എന്നുള്ളതൊക്കെ അറിയത്തില്ല, പക്ഷേ നല്ല ക്ലൈമറ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. മഴയും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ പ്രത്യേക ഒരു മൂഡാണ് മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ. നല്ല രസമാണ്. എൻ്റെ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക എൻ്റെ വീഡിയോയെക്കുറിച്ചുള്ള എന്തെങ്കിലും കുറവുകളോ എന്തെങ്കിലും ഇനിയും ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെയാണെന്നും. ഞാൻ പറഞ്ഞു, ഞാനൊരു തുടക്കക്കാരനാണ് യൂട്യൂബ് ചാനലിൽ. അപ്പോൾ എന്താ വേണ്ടതെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു തരിക. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കാണും. നിങ്ങൾ എന്നെ കോൾ ചെയ്യുക, വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ഞാൻ ഫ്രീ ഉള്ള സമയത്ത് നിങ്ങളെ മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ഞാൻ സംസാരിക്കുകയോ ചെയ്യാം. അതിനുള്ള പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ എനിക്കെതിരെ ഈ പറഞ്ഞ രീതിയിൽ കമൻറ്റ് കാര്യങ്ങളൊക്കെ വന്ന് എഴുതിയിടുന്ന ആൾക്കാർ, അവർ ഈ പരിപാടി ചെയ്യുന്ന ആൾക്കാരാണ്. ഞാൻ ഇതിനെതിരെ പ്രതികരിച്ചു തുടങ്ങിയ ഉടനെ എനിക്കെതിരെ വന്നിട്ട് ഇങ്ങനത്തെ കമൻറ്റ് കാര്യങ്ങൾ എഴുതിയിടുന്നതാണ്. അതൊന്നും എന്നെ സംബന്ധിക്കുന്ന പ്രശ്നമല്ല. ഒരാൾ വന്ന് എനിക്കെതിരെ എന്ത് പറഞ്ഞാലും എനിക്കത് പ്രശ്നമുള്ള കാര്യമല്ല. അവർക്ക് എന്ത് വേണമെങ്കിലും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവർ പറഞ്ഞോട്ടെ. അതൊന്നും എന്നെ സംബന്ധിക്കുന്ന പ്രശ്നമേ അല്ല. കാരണം ഞാനും മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഇവിടുത്തെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനും എടുക്കാനും ഉണ്ടെങ്കിൽ ഞാനുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് എനിക്കറിയാൻ വയ്യാത്ത കാര്യമാണെങ്കിൽ ഞാൻ ഇവിടെയുള്ള ആൾക്കാരുമായിട്ട് അന്വേഷിച്ച് എടുത്ത് പക്കയായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പം എല്ലാവരും സപ്പോർട്ട് വേണം. കാരണം എനിക്ക് മുന്നോട്ടേക്ക് ചാനൽ കൊണ്ടുപോയേ പറ്റത്തുള്ളൂ. കാരണം ഇപ്പോൾ നമ്മുടെ റഷ്യയിൽ നടക്കുന്ന ഈ തട്ടിപ്പ്, അത് ഭയങ്കരമായിട്ടുള്ള രീതിയിലുള്ള തട്ടിപ്പ് കാര്യങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാക്കാന്നുള്ളേ ഉള്ളൂ. എന്താ പറയുക, നമ്മളെ ഇവിടെ കൊണ്ടുവന്നിട്ട് എന്താ പറയുക, നമ്മുടെ ആൾക്കാർ തന്നെ നമ്മളെ കൊണ്ട് പെടുത്തുവാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് പെടുത്തുവാണ്. നമ്മുടെ ഗൾഫിലൊക്കെ മറ്റേ ലേബേഴ്സിനെ നമ്മൾ കൊണ്ടുപോയിട്ട് വിൽക്കത്തില്ലേ, കോൺട്രാക്ട് ബേസിൽ എന്ന് പറഞ്ഞതിൻ്റെ തൊട്ട് നിങ്ങളെ ഒരു വിസയിൽ ഇവിടെ കൊണ്ടുവന്നിട്ട് വെയർ ഹൗസിൽ അവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് കോൺട്രാക്ട് ബേസിൽ കൊണ്ടുപോയിട്ട് നിങ്ങളെ കൊണ്ടുപോയിട്ട് ഇടുന്നു. എന്നിട്ട് നിങ്ങളവിടെ കിടന്ന് പണിയെടുക്കുന്നു. നിങ്ങളുടെ സാലറിയിൽ ഒരു കമ്മീഷൻ ഇവന്മാർ പറ്റുന്നു. നിങ്ങളെ അവിടെ ജോലിക്ക് കൊടുക്കുന്ന വഴി ഇവന്മാർക്കൊരു കമ്മീഷൻ കിട്ടുന്നു. നിങ്ങളെ വിസ ചെയ്ത് വരുന്ന വഴി നിങ്ങളുടെ വഴി ഒരു കമ്മീഷൻ കിട്ടുന്നു. ഇവർ നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കുന്നു. പൈസ ഉണ്ടാക്കുന്നതിലല്ല പ്രശ്നം. നമുക്ക് വേണ്ട എന്താണ്, ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ജോലിയാണ്. അല്ലാതെ ഈ 3 കൊല്ലം വന്ന് 2 കൊല്ലം വന്ന് 1 കൊല്ലം വന്ന് ഇങ്ങനെ ജോലി ചെയ്ത് നമ്മൾ എന്താ പറയുക തിരിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ളതല്ല. നമുക്കിവിടെ ഈ രാജ്യത്ത് നിൽക്കാൻ വേണ്ടി പറ്റണം. ഞാനും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. നമ്മുടെ നാട്ടിൽ നിന്ന്, നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വരുന്ന ഓരോ ആൾക്കാരും ഇവിടെ വന്നിട്ട് ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ PR എടുത്ത് ഇവിടെ നല്ല രീതിയിൽ നമ്മൾ നിൽക്കാൻ വേണ്ടിയിട്ടുള്ളതിൻ്റെ കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. റഷ്യ ഒരു നല്ലൊരു രാജ്യമാണ്, അതിലൊരു സംശയം വേണ്ട. ഇവിടുത്തെ ആൾക്കാർ അത്രയ്ക്ക് നല്ല ആൾക്കാരാണ്. പക്ഷേ നമ്മുടെ ആൾക്കാർ ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ ആൾക്കാരെ കൊണ്ടുപോയിട്ട് വെറും ഒരു ഒരു എന്താ പറയുക, ഒരു മോശം അവസ്ഥയിലേക്ക് കൊണ്ടുപോയിട്ട് പെടുത്തുന്ന ഒരവസ്ഥയാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെയാണ് ഞാൻ പ്രതികരിച്ചു തുടങ്ങിയത്. അത് മുന്നോട്ട് തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. കാരണം നമ്മുടെ ആൾക്കാരെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ തന്നെ നമ്മളെ പറ്റിക്കാൻ പാടില്ല. ഇവർ പല കാര്യങ്ങൾ വന്ന് പറയും. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ അന്വേഷിച്ചിട്ട് എല്ലാ കാര്യവും പറഞ്ഞു തരുന്ന എടുക്കുന്നതാണ്. പിന്നെ ഇങ്ങനത്തെ തട്ടിപ്പുകളിൽ ചെന്ന് പെടാതിരിക്കുക. ഞാനിപ്പോഴും പറയണം, നിങ്ങളെ ഒരു കമ്പനിക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും പൈസയുടെ ചിലവൊന്നുമില്ല. ആ കമ്പനി എല്ലാ സംഭവവും നിങ്ങൾക്ക് ചെയ്തു തരും. നിങ്ങൾക്ക് ആകെപ്പാടെ ചിലവെന്ന് പറയുന്നത് നിങ്ങളുടെ നാട്ടിലൊരു മെഡിക്കൽ എടുക്കുന്ന ചിലവും നിങ്ങളുടെ വിസ സ്റ്റാമ്പ് ചെയ്യുന്നതിൻ്റെ ചിലവും മാത്രമേ ഉള്ളൂ. ഇവരെന്ന് പറയുന്നത് നമ്മുടെ ഗൾഫിലൊക്കെ ചെയ്യുന്നതിൻ്റെ കൂട്ട് തന്നെ ലേബേഴ്സിനെ കൊണ്ടുപോയിട്ട് കോൺട്രാക്ട് ബേസിൽ കുറേ ആൾക്കാരെ വേറൊരു കമ്പനിക്ക് കൊണ്ട് കൊടുക്കുന്നു. എന്നിട്ട് അതിൻ്റെ വീതം പറ്റുന്നു. നമുക്ക് കണ്ടിന്യൂ ചെയ്ത് നിൽക്കാൻ പറ്റുന്നില്ല. നമ്മൾ തിരിച്ചു പോകേണ്ടി വരുന്നു. ഇവർ ഈ പറഞ്ഞ എത്ര രൂപ എന്നുള്ള കാര്യം പലവരും പല റേറ്റാണ് പറയുന്നത്. ഇന്ന് വിളിച്ചൊരു പയ്യൻ പറഞ്ഞു 2 ലക്ഷം രൂപ പറഞ്ഞെന്ന് പറഞ്ഞു. ഇജാസ് പറയുന്നത് 3, 4, 5 ലക്ഷം രൂപ. അവനെ തന്നെ അറിയത്തില്ല എത്ര രൂപ എന്നുള്ളത്. അവൻ എത്ര രൂപ അവൻ കാശ് കൊതിയനാണ്. കാശിന് വേണ്ടിയിട്ട് അവനിങ്ങനെ പറയും. അവൻ 1, 2, 3 അവനറിയത്തില്ല എത്ര വേണ്ടെന്നുള്ള കാര്യം. അവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഇത്ര ലക്ഷം രൂപ വേണമെന്നുള്ള രീതിയിൽ. കാശ് കൊടുക്കുന്നതിൽ ഒരു പ്രശ്നമില്ല. നമുക്കൊരു ജോലി വരുന്നെങ്കിൽ നമുക്ക് കാശ് കൊടുക്കുന്നതിൽ എന്താ മടി?
ഒരു മടിയില്ല. ഒരാൾ നമ്മളെ സഹായിക്കുന്നു. പക്ഷേ ആ കാശ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു എന്താ പറയുക, ഒരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു ജോബല്ലേ നമുക്ക് വേണ്ടത്. നമുക്കിവിടെ 3 കൊല്ലം വന്ന് നിന്നിട്ട് തിരിച്ചു പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവന്മാർ വീണ്ടും തിരിച്ച് വരണമെങ്കിൽ ഇവന്മാർ പറയണം നിങ്ങൾക്ക് വീണ്ടും ഇതുപോലെ ഇവന്മാർ പറയുന്ന ഡയലോഗ് വെച്ച് കഴിഞ്ഞാൽ, ആ കമ്പനിക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഇത് തരും. ഏതെങ്ങനെയാ, അത് ഇവിടുത്തെ നിയമമാണ്. എനിക്ക് ഇതുവരെയായിട്ടും മനസ്സിലാവുന്നില്ല. കമ്പനിക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് വിസ തരുമെന്ന്. അതായത് അപ്പോൾ നിങ്ങൾ തിരിച്ചു പോകുമ്പോഴത്തേക്കിന് വീണ്ടും വിസ എടുക്കാനുള്ള കമ്പനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ടില്ല, വേറൊരു കമ്പനിയോട്ട് ഞാൻ ചെയ്തു തരാം, നിങ്ങൾ വീണ്ടും പൈസ താട്ട് എന്ന് പറഞ്ഞിട്ട് വീണ്ടും നിങ്ങളുടെ കയ്യിൽ ഈ പറയുന്ന രീതിയിൽ പൈസ അവരുടെ എത്ര രൂപയാണോ അവർ പറഞ്ഞത് 3, 4, 5 ലക്ഷം രൂപ അവർ മേടിക്കുന്നു. വീണ്ടും നിങ്ങൾ 3 കൊല്ലം വന്ന് നിന്ന് പണിയെടുക്കുന്നു. ഇതുകൊണ്ട് നമുക്ക് എന്ത് കാര്യമുള്ളത്? കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ വന്ന് നിന്നിട്ട് മറ്റേ ഇവരുടെ സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അതൊക്കെ അവൻ്റെ പ്രായത്തിൻ്റെതായ കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ഈ ഇതൊന്നും ചെവിക്കൊള്ളാൻ വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടൊന്നും പോന്നും എടുക്കുന്നില്ല. ഇവന്മാരിപ്പോൾ എന്ത് വീഡിയോ ഇട്ടാലും എന്തെടുത്താലും എന്നെ സംബന്ധിക്കുന്ന കാര്യമല്ല അത്. കാരണം ഞാൻ എന്താ എങ്ങനെയാണെന്നുള്ള കാര്യം ഞാനെന്ന വ്യക്തിക്കറിയാം. ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ നടക്കുന്ന തട്ടിപ്പിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അത് കേൾക്കാൻ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കത് മതി. അല്ലാതെ എന്നെ കാണുന്ന ആൾക്കാരെല്ലാവരും എന്നെ വിശ്വസിക്കണം, കേൾക്കണം എന്നൊന്നും ഞാൻ ഒരിക്കലും പറയത്തില്ല. പിന്നെ ഇവർ ഈ പറഞ്ഞ ഡോക്യുമെൻറ്റും കാര്യങ്ങളും എന്താണെന്നുള്ളതിൻ്റെ കാര്യം നിങ്ങൾ അന്വേഷിക്കുക അവരോട്. എന്നിട്ട് അവർ എന്ത് സംഭവം പറഞ്ഞുള്ള എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എന്നിട്ട് ഞാൻ ഈ സംഭവങ്ങൾ അന്വേഷിക്കും. ഞാൻ നിങ്ങളെ സഹായിക്കാൻ തയ്യാറാണ്. എനിക്ക് അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമേ അല്ല. കാരണം നമ്മുടെ ആൾക്കാരും പറ്റിക്കപ്പെടില്ല. ഞാനും നിങ്ങളെപ്പോലെ ചെറുപ്പക്കാരനാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള ആൾക്കാരുടെ തട്ടിപ്പുകളിൽ ചെന്ന് പെടാതിരിക്കുക. അപ്പോൾ നമുക്ക് മുന്നോട്ടേക്ക് ഒരുമിച്ച് പോവാം, ഇങ്ങനെ തട്ടിപ്പുകാരുടെ ഇതിലേക്ക് ചെന്ന് പെടാതെ. അടിപൊളി ബ്യൂട്ടി ആയിട്ടുള്ള സ്ഥലമാണ് ഇവിടെ ഫുള്ളായിട്ടുള്ളത്. നല്ല ക്ലൈമറ്റാണ്, മഴയാണ്. 2-3 ദിവസമായിട്ട് നല്ല മഴയാണ്. പുറത്തിറങ്ങാൻ മടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലൈമറ്റ് കാരണം. ഫുൾ കണ്ടില്ല, കോട ഇറങ്ങിയിട്ട് ഒരു രക്ഷയില്ല. ഇപ്പുറത്തെ ഒന്നും കാണാൻ പറ്റാത്ത രീതിയിലാണ് പോകുന്നത്. ഫിഷിംഗ് വീഡിയോസ് വരുന്നുണ്ട് കേട്ടോ. എല്ലാം നല്ല രീതിയിൽ അടിപൊളി ഫിഷിങ് പരിപാടി കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നല്ല പൊളി വീഡിയോസ് വരുന്നുണ്ട്. അതൊക്കെ നിങ്ങളെ മുന്നോട്ട് കാണിച്ചു തരാം. ചാനൽ ഇനി മുന്നോട്ടേക്ക് ഉണ്ടാകും. കാരണം നമുക്ക് ഈ ചാനൽ കണ്ടിന്യൂ ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം എങ്ങനെയാണ് ഈ പറഞ്ഞ ഉടായ്പ പരിപാടികളൊക്കെ ആരൊക്കെ കാണിച്ചുകൊണ്ട് എപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കാണിക്കുന്ന മെയിനായിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ എൻ്റെ ജീവിതവും കാര്യങ്ങളും, അതുപോലെ ഫിഷിങ്, റഷ്യൻ ഫുഡ്, ഇവിടെ ആൾക്കാർ ജീവിക്കുന്നു, കൃഷി മെയിനായിട്ടുള്ള. എനിക്കിവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നേരത്തെ ഒരു 10 സെൻറ്റിനകത്ത് നല്ല രീതിയിൽ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കൊടുത്തു ആ സ്ഥലം. എൻ്റെ അല്ല, ഞാനിവിടെ താമസിക്കുന്ന വീട്ടിൽ അവരുടെയാണ് സ്ഥലം. ഇപ്പം ഞാനിപ്പോൾ താമസിക്കുന്നവർക്കൊരു ചെറിയൊരു പ്ലോട്ടുണ്ട്. അതായത് ഒരു 1.5-2 സെൻറ്റേ ഉള്ളൂ. അവിടെ നമ്മുടെ അത്യാവശ്യം നമ്മുടെ ഞാൻ നാട്ടിൽ പോയിട്ട് നമുക്ക് കുറച്ച് വെണ്ടയും കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സാധനങ്ങളൂടെയൊക്കെ വെച്ചിട്ടൊന്ന് പടയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ്. അപ്പോൾ കൃഷി, ഫിഷിങ്, റഷ്യൻ ഫുഡ്, പിന്നെ ചെറിയ പാർട്ടി, പിന്നെ ഇവിടെ നടക്കുന്ന ചില കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളാണ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് എൻ്റെ ചാനലിലൂടെ. അപ്പോൾ എല്ലാവരും ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാ പരിപാടിയും ചെയ്യണം. എന്നാലേ നമുക്കിത് മുന്നോട്ടേക്ക് നമുക്കൊരു ഗംഭീര പരിപാടിയായിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടി വരത്തുള്ളൂ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇവിടെ നമ്മൾ ചൂണ്ടയിടുന്ന സ്ഥലമാണ് ഈ പ്ലേസിൽ. ഇവിടെ നിന്നാണ് കാസ്റ്റ് ചെയ്യുന്നത് അങ്ങോട്ടേക്ക്. വലിയ ആഴമില്ല, അത്യാവശ്യം ചെറിയ മീനയും കാര്യങ്ങളൊക്കെ കിട്ടും ഇവിടെ. ഇനി മുന്നോട്ടേക്കൊക്കെ ഞാൻ നിങ്ങളിവിടെ കാണിച്ചു തരാം ഇവിടുത്തെ സ്ഥലം. ഫിഷിംഗ് ആണ് നമ്മുടെ മെയിനായിട്ടുള്ള പരിപാടി. ഇവിടെ ഇപ്പോൾ ഈ ചൂട് സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഇനി ഇവിടെ എല്ലാം നല്ല പച്ചപ്പാവും, ഭയങ്കര ബ്യൂട്ടിയാണ് കാണാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഇവിടെ നടന്ന് അങ്ങോട്ടേക്ക് കാണിച്ചു തരാം. തണുപ്പായി കഴിഞ്ഞാൽ അതിലും വലിയ രസമാണ്, ഭയങ്കര ബ്യൂട്ടിയാണ്. ഐസ് ഫിഷിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഈ തണുപ്പായതുകൊണ്ട് എല്ലാവരും ബോട്ടെല്ലാം കയറ്റി കരയ്ക്ക് എടുത്തിട്ടേക്കുവാണ്. ഇത് ഗവൺമെൻറ് പറയുന്ന സമയമുണ്ട്, ആ സമയത്ത് മാത്രമേ നമുക്ക് ബോട്ട് ഇറക്കിയിട്ട് ഫിഷിങ്ങിന് വരത്തുള്ളൂ. അതിന് ഇനി ഒരു 1.5-2 മാസമുണ്ട്. കാരണം ഐസ് കലിഞ്ഞു പോയിട്ടുള്ളൂ. അവിടെ എല്ലാം ഇപ്പം പുള്ളി തണുപ്പ് ഈ കോട ഇറങ്ങി കിടക്കുന്നുണ്ടൊന്നും കാണാത്തത്. ഇല്ലെങ്കിൽ ഐസ് കാണിച്ചു തരാമായിരുന്നു അങ്ങോട്ടേക്ക്. ചൂണ്ടയിടാൻ മുതലേ ഇങ്ങനെ ലേക്കിൽ കൂടെ അങ്ങ് നടന്ന് നേരെ അങ്ങ് പോകും.
ഇതുണ്ടോ ബോട്ടൊക്കെ കയറ്റിയിട്ടേക്കുന്നുണ്ട്. ഇതെല്ലാം ഇറക്കും ഇവർ ഇതാകുമ്പോഴത്തേക്കിന്. ഇവിടെ അടുത്തെല്ലാം മീൻ വരും. വെള്ളത്തിൻ്റെ ഇത് കണ്ടോ നല്ല രീതിയിൽ. ഇപ്പം നിങ്ങൾ കാണുന്ന പോലല്ല, ഇനി മോമ്പറല്ലേ മുട്ടയിടാൻ വരുന്ന സമയമാകുമ്പോഴത്തേക്കിന് ഇഷ്ടം പോലെ മീനാണ് വരുന്നതിൻ്റെ അടുത്തേക്ക്. അത് കഴിയുമ്പോഴത്തേനും പിന്നെ കുറയും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ നല്ല താഴെ നല്ല ആഴത്തിലോട്ട് പോകും. ഞാൻ ചൂണ്ടിടാൻ പോകുന്ന അങ്ങ് നേരെ അപ്പുറത്താണ്. ഇവിടുന്ന് ഒരു 500 മീറ്റർ നടന്ന് പോയിട്ട് അവിടെ പോയിട്ടാണ് ചൂണ്ടിടുന്നത് തണുപ്പുള്ള സമയത്ത്. ഐസ് ഫിഷിങ് ഫുള്ള് ഫ്രീസായിട്ട് കിടക്കുമായിരിക്കും ഈ ലേക്ക്. വലിയ ലേക്കാണ്. പിന്നെ ഒരു 3 കിലോമീറ്റർ പോയിട്ട് റിപ്പൂസ് എന്ന് പറഞ്ഞൊരു മീനുണ്ട്. അതിനെ പിടി ഞാൻ അത്രയും ദൂരം പോയിട്ടില്ല, കാരണം ഒരുപാട് ദൂരം പോകണം അതിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് അത്രയും ദൂരം ഞാൻ പോയിട്ടില്ല. ഫിഷിങ്ങിനൊക്കെ ഇനിയും സമയമുണ്ട്. ഇനിയും ഒരുപാട് നേരത്തെ ചെയ്യേണ്ട. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പറയും നേരത്തെ നിനക്കിത് ചെയ്തുകൂടെ എന്നുള്ളത്. ഞാൻ പിന്നെ അപ്പോഴത്തേനും ഇതൊന്നും വലിയ കാര്യമായിട്ട് നിർത്തില്ല. ചുമ്മാതെ വീഡിയോസ് എടുക്കും ഞാനിവിടെ ഫിഷ് ചെയ്യുന്നതും ഫ്രണ്ട്സിൻ്റെ കൂടുതലുള്ളതൊക്കെ ആയിട്ട്. ഇനിയിപ്പോൾ ചെയ്തു തുടങ്ങണം. ഇനിയിപ്പോൾ നൈസായിട്ട് എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ കാര്യങ്ങളും സംഗതികളും ഒക്കെ എല്ലാം ഒന്ന് നിനക്കൊന്ന് കാണിച്ചു തരണം, എന്താ അവസ്ഥ എന്നുള്ളത് എങ്ങനെയാണെന്നുള്ളതൊക്കെ. നല്ല രീതിയിൽ കോട ഇറങ്ങിയിട്ടുണ്ട് മഴ കാരണമായി. അങ്ങോട്ടൊന്നും കാണുന്ന കൂടിയില്ല ഭാഗത്തോട്ടൊന്നും. ഇതൊരു ചെറിയൊരു വീഡിയോ കേട്ടോ, ജസ്റ്റ് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കണമല്ലോ, അതുകൊണ്ട് ജസ്റ്റ് ഒരു വീഡിയോ ഇടുന്നതേ ഉള്ളൂ. ഇനി മുന്നോട്ടേക്ക് വീഡിയോ ഞാൻ ആഴ്ചയിൽ വീഡിയോ ഇടാൻ വേണ്ടിയിട്ടുള്ള കാര്യം നോക്കാം. അതല്ലാതെ വേറെ എന്തെങ്കിലും ഇതുപോലെ ഇൻഫർമേഷൻ വീഡിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്ന് ചാടുവാണെങ്കിൽ എനിക്കറിയാവുന്ന ഡോക്യുമെൻ്റ് കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടുള്ളതിൻ്റെ കറക്റ്റായിട്ടുള്ള സാധനങ്ങൾ ഞാൻ പിന്നെയും വീഡിയോ ഇടുന്നതാണ്. ചെറിയ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുവാണ്, കാരണം മഴ പെയ്യുന്നുണ്ട്. ഇനിയും കാണിക്കാനായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഞാൻ ഇവിടെ നിന്ന് കാണിച്ച് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് നമ്മൾ വെറുതെ ഇങ്ങനെ ഇട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇനി ബാക്കിയും വീഡിയോസ് കാര്യങ്ങളൊക്കെ വരും മുന്നോട്ടേക്കുള്ളത്. അതിന് സമയം വേണം. നമുക്ക് പെട്ടെന്ന് പരിപാടിയും കാര്യങ്ങളും നടക്കാൻ പറ്റില്ല, ജോലിയുണ്ട്. ഇതിനിടയ്ക്ക് അവധി കിട്ടുന്ന സമയത്താണ് ഇങ്ങനെയൊക്കെ ഒന്ന് ഇറങ്ങി ഫിഷിങ് പരിപാടി കാര്യങ്ങൾ കറക്കം അതൊക്കെ ആയിട്ടുള്ള രീതിയിലുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പം മുന്നോട്ടേക്ക് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം മെയിനായിട്ട്. കാരണം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. കാരണം കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ കൂടുതൽ വീഡിയോസ് കാര്യങ്ങൾ ഇടാനായിട്ടുള്ള ഉന്മേഷവും ഊർജ്ജവും ഒക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ മാക്സിമം. ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, വലിയ ഐഡിയയും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് മുന്നോട്ട് പോയി നോക്കാം, എന്താണെന്നുള്ളതിൻ്റെ കാര്യങ്ങൾ അറിയാമല്ലോ മുന്നോട്ട് പോകും തോറും. എന്തായാലും വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കും, അത് പക്കയായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി, നമസ്കാരം.